വെൽക്കം ബാക്ക് ടു നോഷ് ബ്ലെൻസ്. ഇന്ന് ക്രിസ്മസിനും ന്യൂ ഇയറിനും നമ്മളെല്ലാവരും ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ബീഫ് സ്റ്റൂ ആണ്. ഇത് സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ്. അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ റെസിപ്പിക്ക് ഞാൻ ബീഫ് 1/2 കിലോഗ്രാം എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകി ക്ലീൻ ചെയ്തെടുത്തു. അധികം നേരം ഡ്രെയിൻ ചെയ്യാനൊന്നും വെച്ചിട്ടില്ല, കാരണം നമുക്ക് ബീഫ് സ്റ്റൂവിന് കുറച്ച് സ്റ്റോക്ക് ആവശ്യമുണ്ട്. അപ്പോൾ കഴുകി പിഴിഞ്ഞെടുത്തതേ ഉള്ളൂ. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു, 1 പിഞ്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇവയെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറിലിട്ട് 8 സ്റ്റീം വരുന്നവരെ വേവിച്ചെടുക്കണം. അപ്പോൾ കുക്കറിൽ ഇടാൻ നേരത്തെ നിങ്ങൾ 4 or 5 പച്ചമുളക് കീറിയിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ബീഫ് കുക്കറിലിട്ട് 8 സ്റ്റീം കഴിഞ്ഞ് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിരുന്നു. ഇത് നമുക്ക് തുറന്നു നോക്കാം. ഇതിപ്പോൾ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് പൊട്ടറ്റോയും ക്യാരറ്റും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാനിനി 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു. പിന്നെ 4 വലിയ പൊട്ടറ്റോ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞതാണ്, വലുതായിട്ടൊന്നുമല്ല അരിഞ്ഞിരിക്കുന്നത്. പിന്നെ ക്യാരറ്റ് 4 എണ്ണം അതും ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താണ്, 1/4 ടീസ്പൂണും കൂടി ഇട്ട് കൊടുത്തു. ശരിക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് 1 സ്റ്റീം വരുന്നവരെ വെയിറ്റ് ചെയ്യാം. 1 സ്റ്റീം വന്നതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്ത് വയ്ക്കണം. 1 സ്റ്റീം കഴിഞ്ഞ് ഞാൻ ഓഫ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് വെയിറ്റ് മാറ്റി നോക്കാം പൊട്ടറ്റോയും ക്യാരറ്റും വെന്തിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. തേങ്ങാപ്പാലിനായി ഞാൻ 1.5 കപ്പ് തേങ്ങ എടുത്തു. അതിൽ 1 കപ്പ് വെള്ളമൊഴിച്ച് 1/4 പാൽ എടുത്തു വെച്ചു. പിന്നെ അത് പിഴിഞ്ഞെടുത്തതിന് ശേഷം 2 കപ്പ് വെള്ളമൊഴിച്ചിട്ടാണ് 2/2 പാൽ എടുത്തത്. ഈ മസാലയെല്ലാം നമുക്ക് പൊടിച്ചെടുക്കണം. ഒരു ചെറിയ കഷ്ണം പട്ട, 2 കഷ്ണം ഗ്രാമ്പു, 1 ഏലയ്ക്ക, കുരുമുളക് ചെറുതായതുകൊണ്ട് ഞാൻ 20 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഈ കല്ലിലൊന്ന് ചതച്ചെടുക്കാം. പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ ഓയിൽ ഇട്ട് കൊടുത്തു. ഇതിലേക്ക് ചതച്ച് വെച്ച നമ്മളെല്ലാ പട്ട കറിയാമ്പൊക്കെ ചതച്ച് വെച്ചിരുന്നു, അത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് 1 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇത് നേരിയ ബ്രൗൺ നിറമാകണം. അപ്പം അതുവരെ നമ്മൾ വഴറ്റണം. സ്റ്റൂവിന് സവാള അധികം ഒന്നും മൊരിയണ്ട, നേരിയൊരു ബ്രൗൺ നിറമായി. ഞാൻ ഇതിലേക്ക് 1 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുത്തു, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഒന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ഇറച്ചിയുടെയും ക്യാരറ്റിൻ്റെയും എല്ലാം ഇട്ട് കൊടുക്കാം, മിക്സ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച 2/2 പാൽ ഇട്ട് കൊടുക്കാം. സ്റ്റൂവിലിടാൻ മൈദ 1.5 ടേബിൾ സ്പൂൺ എടുത്തു. ഇത് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കലക്കിയെടുക്കണം. ഇത് ആദ്യമേ സവോള മൊരിയിക്കുമ്പോൾ പച്ചമുളക് ഇട്ടതിന് ശേഷം ഡ്രൈ മൈദയിട്ട് മൊരിയിച്ചിടേണ്ടതായിരുന്നു, ഞാൻ മറന്നുപോയി. ഒരു മൈദ ഇട്ട് 5 സെക്കൻഡ് വഴറ്റിയതിന് ശേഷം നമ്മളുടെ കുക്കറിലുള്ള മിക്സൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യമേ സവോള മൊരിയിക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കണം. നമ്മൾ കലക്കി വെച്ച മൈദ നമുക്ക് സ്റ്റൂവിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് കുറച്ച് നേരം തിളപ്പിക്കണം. മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് നമുക്കിത് തിളപ്പിക്കാം. ഉപ്പ് ആവശ്യമാണെന്ന് തോന്നിയോണ്ട് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇപ്പോൾ 6 മിനിറ്റ് കഴിഞ്ഞു.
ഇനി ഞാൻ ഇതിലേക്ക് 1/4 പാൽ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഫ്ലെയിം ലോ ആക്കി വെക്കുക വേണം. ഒരു 2 മിനിറ്റ് ചെറിയതായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇത് ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തു. അവസാനമായി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ബീഫ് സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇത് ബ്രെഡിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ നല്ല കോമ്പിനേഷനാണ്.